ഘട്ടത്തിൽ കുഷ്ഠം എന്ന മാരക രോഗത്തിന് മുമ്പിൽ വൈദ്യശാസ്ത്രവും വേദശാസ്ത്രവും പകച്ചു നിൽക്കുമ്പോൾ കുഷ്ഠരോഗികളെ ആരും കാണാത്ത, ഒരു മനുഷ്യജീവികളും ഇല്ലാത്ത മൊളോക്കോയിലെ കലവാവ എന്ന ഇരുണ്ട ദ്വീപിലേക്ക് നാടുകടത്തിയിരുന്നു. ഭക്ഷണവും മരുന്നും കിട്ടാത്ത രോഗികൾ ഈ പകർച്ചവ്യാധിയാൽ മരിച്ചു വീഴുമ്പോൾ സഭയും സമൂഹവും ഗവൺമെന്റും ഇതിനു നേരെ കണ്ണുകളടച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ വെള്ളി വെളിച്ചമായി, പ്രകാശഗോപുരമായി ഒരു യുവ വൈദികൻ കടന്നുവരുന്ന ഫാദർ ഡാമിയൻ. നമ്മുടെ ഈ വർഷത്തെ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ മിഷണറി വീരന്മാരെ കുറിച്ച് പഠിക്കാൻ അവസരം ഉള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. സമർപ്പണവും സ്വയപരിത്യാഗവും ക്രിസ്തീയ ശുശ്രൂഷയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷീകരണത്തിലാണ്. ഇന്ന് ദൈവവേലയെക്കുറിച്ച് ശുശ്രൂഷകന്മാർ രൂപപ്പെടുത്തിയിരിക്കുന്ന ചിന്താഗതിക്ക് സമൂലമായ പരിവർത്തനമുണ്ടായി മതിയാകും. ശുശ്രൂഷയിൽ യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃക, ത്യാഗസമ്പന്നത, ഇവയെല്ലാം ഇന്ന് നമ്മുടെ മുമ്പിൽ വെല്ലുവിളികളായി നിലകൊള്ളുന്നു. ഈ അടുത്ത കാലഘട്ടത്തിൽ റോമൻ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഫാദർ ഡാമിയനെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഫാദർ ഡാമിയനെ കുറിച്ചാണ് താങ്കൾ ഈ പറയുന്നത്? അതെ, 19-ാം നൂറ്റാണ്ടിൽ ഹവായി ദ്വീപസമൂഹങ്ങളിൽ ഉൾപ്പെട്ട മൊളോക്കായ് ദ്വീപിലെ കലവാവയിലേക്ക് കുഷ്ഠരോഗികളെ നാടുകടത്തിയിരുന്നു. കാലിഫോർണിയയുടെ തെക്ക് പടിഞ്ഞാറ് ഏകദേശം 3540 കിലോമീറ്റർ അകലെയാണ് ഹവായി ദ്വീപസമൂഹങ്ങൾ ഉൾപ്പെട്ട മൊളോക്കായ് ദ്വീപ്. നാടുകടത്തപ്പെട്ട കുഷ്ഠരോഗികൾ പ്രാരംഭകാലങ്ങളിൽ ഗുഹകളിലും പാറയിടക്കുകളിലും വസിച്ച് കായ്കനികൾ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ ചികിത്സ ലഭിക്കാതെയും ദാരിദ്ര്യവും പട്ടിണിയും മുഖാന്തരവും നൂറുകണക്കിന് കുഷ്ഠരോഗികൾ ഓരോ വർഷവും മരിച്ചുകൊണ്ടിരുന്നു. ഇവരെക്കുറിച്ച് സഭയ്ക്കോ മറ്റു രാഷ്ട്രങ്ങൾക്കോ ഒരു കരുതലും ഇല്ലായിരുന്നു. ഇവരുടെ ജീവിതത്തിന് ഒരു മൂല്യവും ലോകം നൽകാത്ത ആ സാഹചര്യത്തിൽ ഒരു യൗവനക്കാരനായ വൈദികൻ തന്നെ സമർപ്പിച്ച് കുഷ്ഠരോഗികളെ സംരക്ഷിക്കാൻ പുറപ്പെട്ടു. നൂറുകണക്കിന് കുഷ്ഠരോഗികൾ ചികിത്സ ലഭിക്കാതെ മരിച്ചിട്ടും ഹവായിയൻ ഗവൺമെന്റിനോ പാശ്ചാത്യ രാജ്യങ്ങൾക്കോ സഭകൾക്കോ അതിനെക്കുറിച്ച് ഒരു കരുതലും ഇല്ലായിരുന്നുവെന്നോ? നീ പറയുന്നത് ശരിയാണ്. പാപം മുഖേനയാണ് കുഷ്ഠരോഗം വരുന്നതെന്ന ഒരു ചിന്താഗതി ആ കാലത്ത് നിലവിലുണ്ടായിരുന്നു. ആ ദുഷിച്ച ചിന്താഗതി പ്രസ്തുത കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉറച്ചിരുന്നതിനാൽ കുഷ്ഠരോഗികൾക്ക് ദാരുണ മരണം നൽകുന്നതിൽ അവർ സന്തുഷ്ടരായിരുന്നു. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും കുഷ്ഠരോഗികൾ പാളയത്തിന് പുറത്ത് ജീവിക്കണമെന്നാണല്ലോ നിഷ്കർഷിച്ചിരിക്കുന്നത്. അതേസമയം യേശുനാഥൻ അവരെ മാറോടണയ്ക്കുകയും സൗഖ്യമാക്കുകയും ചെയ്തിരുന്നുവല്ലോ. ഒരുപക്ഷെ യേശുക്രിസ്തു നൽകിയ ശുശ്രൂഷയുടെ മാതൃക നഷ്ടമായതായിരിക്കാം കുഷ്ഠരോഗികളോട് വീണ്ടും ക്രൂരത തുടരാൻ ഇടയായത്. ക്രിസ്തുവില്ലാത്ത ക്രൈസ്തവ സഭകൾ, പ്രമാണങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും പേരിലുള്ള വൈജാത്യങ്ങൾ, വിഭാഗീയതകൾ, പാവപ്പെട്ടവരോടും രോഗികളോടും ഉള്ള കരുതലില്ലായ്മ, ഇവയൊക്കെ ഇന്ന് സഭകളെ രോഗികളാക്കി തീർത്തിരിക്കുന്നു. മാറ്റങ്ങൾ സംഭവിക്കണം. സഭകൾക്ക് പുതുക്കവും പ്രവർത്തനക്ഷമതയും ഊർജവും ഉണ്ടാകണം. ഇന്നും നമ്മുടെ നാട്ടിൽ എയ്ഡ്സ് രോഗികളോടും കുഷ്ഠരോഗികളോടുമുള്ള
അവഗണന നിലനിൽക്കുന്നു. എങ്ങനെ നമ്മുടെ സഭകളെ ശുശ്രൂഷയ്ക്കായി ഒരുക്കാം എന്നത് നമ്മുടെ മുൻപിലുള്ള ഒരു വെല്ലുവിളിയാണ്. ക്രൈസ്തവ സഭയിലെ യൗവനക്കാർക്ക് ഫാദർ ഡാമിയനെ പോലുള്ള ആദർശധീരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പഠിപ്പിക്കുകയും അത്തരത്തിലുള്ള ജീവിതചര്യ ശീലിക്കുന്നതിന് അവരെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നതാണ് എൻ്റെ അഭിപ്രായം. അനാഥരെയും കുഷ്ഠരോഗികളെയും സംരക്ഷിക്കുന്നതിന് ക്രിസ്തുയേശുവിൽ സമർപ്പിക്കപ്പെട്ട വ്യക്തിക്ക് സാധിക്കും. ഇത് ഒരു ദിവസമോ ഒരു മാസമോ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു മനുഷ്യൻ തന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച് കുഷ്ഠരോഗികളും എയ്ഡ്സ് രോഗികളുമായുള്ളവരെ സ്നേഹത്തോടെ പരിപാലിക്കുക എന്നത് നിസ്സാരമായ കാര്യമേ അല്ല. ഇത്തരത്തിലുള്ള ദൗത്യത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട് വർഷങ്ങളോളം ഈ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അധൈര്യപ്പെടുത്തുന്നതും അവരുടെ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് നയിക്കുന്നതുമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. കൽക്കട്ടയിലെ തെരുവീതികളിൽ അനാഥരെയും തിരസ്കരിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും വയോധികരെയും സംരക്ഷിക്കാൻ എത്തിച്ചേർന്ന മദർ തെരേസയ്ക്ക് തന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമോ എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള മാനസിക വ്യഥ ഉണ്ടായിട്ടുണ്ട്. പ്രസ്തുത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനസഹായം ലഭിക്കാതെ വരുമ്പോഴും സഭയ്ക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണം പോലും നൽകാനാവാത്ത വിധത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ താങ്ങാനാവാത്ത വേദനയും ഭാരവും ഏത് സമർപ്പിക്കപ്പെട്ട വ്യക്തികൾക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്തു വേദനയും ഭാരവും അനുഭവിച്ചിട്ടാണെങ്കിലും ഫാദർ ഡാമിയനും മദർ തെരേസയും തങ്ങളുടെ ദൗത്യം വിശ്വസ്തയോടെ പൂർത്തിയാക്കാൻ സാധിച്ചല്ലോ. ദൈവനാമ മഹത്വത്തിനായി സമർപ്പിക്കപ്പെട്ടവർക്ക് താങ്ങാനാകാത്ത വ്യഥ വരുമ്പോൾ ഗദശമനയിൽ രക്തം വിയർപ്പു തുള്ളിയാക്കിയ ആ നസ്രായനായ യേശു കർത്താവ് അവരെ കൈതാങ്ങാതെ ഇരിക്കുമോ? ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നയിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് യേശു കർത്താവാണ്. ഒരിക്കൽ വിശുദ്ധ അഗസ്തീനോസ് ഒരു കുഷ്ഠരോഗിയെ ചുംബിച്ചു. ആ മുഖത്തേക്ക് അഗസ്തീനോസ് നോക്കിയപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശോഭയാർന്ന മുഖം ദർശിച്ചു എന്നല്ലേ ചരിത്രം പറയുന്നത്? ഫാദർ ഡാമിയന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം മൊളോക്കോ ദ്വീപിൽ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ചും ഒന്ന് വിശദമാക്കിയെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിനായി ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ള യുവാക്കൾക്ക് അത് വളരെയേറെ ഊർജം പകരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫാദർ ഡാമിയന്റെ ഹ്രസ്വമായ ജീവിതം ഞാൻ പ്രതിപാദിക്കാം.